ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ നമ്മുടെ ചൂരൽമല ദുരന്തം നമുക്കെല്ലാവർക്കും അറിയാം. അന്ന് ആ കാലത്ത് നമ്മൾ അകൽമലക്കെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. തികച്ചും ആ ഒരു സാഹചര്യം, അകൽമല പറഞ്ഞ സാഹചര്യം, അദ്ദേഹം പറഞ്ഞ ഒന്നിനെ നമ്മൾ എതിർത്തിട്ടില്ല. പക്ഷേ ആ സാഹചര്യം വളരെ തെറ്റായിരുന്നു. കാര്യം ഒരു ദുരന്തം നടക്കുമ്പോൾ അത് പറഞ്ഞുകൂടായിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന കാര്യങ്ങൾ വെച്ച് പറയുകയാണെങ്കിൽ അകൽമല പറഞ്ഞത് 100% ശരിയായിട്ടാണ് വരുന്നത്. ബിക്കോസ് ഇപ്പം കുറേ കണക്കും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കണക്കൊക്കെ പറയുന്നുണ്ട്. അത് ഭയങ്കര എന്താ പറയുന്നത് റോങ് ആയിട്ടുള്ള ഒരു ഇതാണ്. നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല സർക്കാരിൻ്റെ ഈ നയത്തോട്. കാര്യം ഇവിടെ എത്രയോ പേര് നമ്മൾ ഫുഡ് കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടും ഒരു ഫുഡിന് കോടികൾ അഴിമതി നടത്തുന്നു. പിന്നെ ഈ ഒത്തിരി ആൾക്കാർ സ്വയം സന്നദ്ധരായി മുന്നോട്ട് വന്നിട്ട് പോലും ഇതിൻ്റെ പേരിൽ പാർട്ടിക്കാരെ വാളണ്ടിയേഴ്സായിട്ട് വെച്ചിട്ട് ഈ നാളെ പരിപാടി കാണിക്കുന്നു. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആദ്യം ഒരു ന്യൂസ് കാണാം, എന്നിട്ട് നമുക്ക് ഇതിനെപ്പറ്റി അഭിപ്രായം പറയാം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ ദുരിതാശ്വാസ ചെലവ് പുറത്തുവിട്ട് സർക്കാർ ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ ചെലവായെന്നാണ് വിചിത്ര കണക്ക്. 359 മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ ചെലവായത് 2,76,00,000 രൂപ. വളണ്ടിയർമാർക്കുള്ള ഭക്ഷണത്തിനായി ചെലവിട്ടത് 10 കോടി രൂപ. 11 കോടി രൂപ വസ്ത്രത്തിനായി ചെലവാക്കിയെന്ന് പറയുമ്പോൾ ക്യാമ്പുകളിലുള്ളത് 4,000-ഓളം പേരാണ്. അതായത് ഒരാൾക്ക് 30,000 രൂപ വസ്ത്രത്തിന് വേണ്ടി ചെലവായി എന്ന് പറയുന്നത്. ഒരാൾക്ക് 30,000 രൂപയുടെ വേഷം കൊടുത്തു, വസ്ത്രം കൊടുത്തു എന്നാണ് പറയുന്നത്. എന്തൊരു കള്ളക്കണക്കാണ്. ഇതിപ്പോൾ ചെലവാക്കിയ തുക മാത്രമല്ല, ഇനി ചെലവാക്കാൻ ഇരിക്കുന്ന തുക കൂടിയാണ് എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ ചെലവാക്കിയ തുകയുടെ കണക്ക് തന്നെ വളരെ വിചിത്രമായി തോന്നുന്നതാണ്. വോളണ്ടിയേഴ്സിന് യൂസർ കിറ്റ് നൽകിയത് 2,98,00,000 രൂപയാണ്. വോളണ്ടിയർമാരുടെ ഗതാഗതത്തിന് 4 കോടി രൂപ, വോളണ്ടിയർമാർക്ക് ഭക്ഷണത്തിന് വേണ്ടി 10 കോടി രൂപ, ദുരിതാശ്വാസ ക്യാമ്പിൽ 30 ദിവസം ജനറേറ്റർ പ്രവർത്തിപ്പിച്ചതിന് 7 കോടി രൂപ. ഏറ്റവും അത്യാവശ്യമായി വീടുകൾ റിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് അവിടെ ദുരന്തത്തിൽപ്പെട്ടവർക്ക് ഏറ്റവും അത്യാവശ്യമുള്ളതാണ്. അതിനുവേണ്ടി കൊടുക്കാമെന്ന് പറയുന്നത് 1,30,00,000 രൂപ മാത്രമാണ്. സർ, അധികാരം ആരെയും അഴിമതിക്കാരാക്കില്ല. മനുഷ്യരാണ് അധികാരസ്ഥാനങ്ങളെ അഴിമതിയിലാണ്. മനസാക്ഷിക്ക് വിരുദ്ധമായി ഒരു പ്രവൃത്തി ചെയ്യാൻ ആരംഭിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രേരണ ഉണ്ടാകുമ്പോൾ കയ്യിൽ മഷി പുരട്ടി നമ്മളെ ഇങ്ങോട്ട് അയച്ചാൽ നമ്മൾ വോട്ട് ചെയ്ത് ഇങ്ങോട്ടായിട്ട് ജനങ്ങളുടെ മുഖം കൊടുക്കാം. കുറെ കൂടെ നന്ദി കാണിക്കണ്ടേ സാർ നമ്മൾ? അന്ന് തന്നെ അകൽമാരാக ഇതിനെപ്പറ്റി കുറേ കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് എങ്ങനെ അഴിമതി നടക്കും, അതിൻ്റെ സാധ്യതകളെ പറ്റിയൊക്കെ വളരെ കറക്റ്റാണ്. ഇത് കുറേ കാലങ്ങളായിട്ട് കേരള സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം അഴിമതികൾ നടക്കാം എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ അത് അകൽമാര പറഞ്ഞത് ഒന്നും തെറ്റാണെന്ന് പറയത്തില്ല. അന്ന് തന്നെ ഒരു ലാപ്ടോപ്പുമായിട്ടുള്ള ഇഷ്യൂ ഒക്കെ പുള്ളി സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ സാധനങ്ങൾ വാങ്ങുന്നതിനെ പറ്റി ലാപ്ടോപ്പിൻ്റെ ഇഷ്യൂവിൽ ഇവർ ഇപ്പോഴും പറയുന്ന കുഞ്ഞുങ്ങൾക്ക് ലാപ്ടോപ്പ് കൊടുത്തു എന്നാണ്. ഒരിക്കലും റോങ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇവർ പറയുന്നത്. പക്ക നുണയെന്ന് പറയാം. കാര്യം ഈ കുഞ്ഞുങ്ങൾ ഈ പൈസ ഫുൾ അടച്ചിട്ട് ഇത് സ്കൂളിനാണ് സംഭാവന ചെയ്യുന്നത്. അപ്പം സർക്കാരിന് ആ രീതിയിലും ലാഭമാണ്. ഇത് സ്കൂള് എടുക്കുകയാണ് ഈ ലാപ്ടോപ്പ്, ഒരിക്കലും കുഞ്ഞുങ്ങൾക്ക് കൊടുത്തല്ല ഈ വിദ്യാശ്രീ പദ്ധതിയൊക്കെ. അപ്പോൾ ഇതിനെപ്പറ്റി അഖിൽമാരാർ പറയുന്ന ഒന്നും കൂടെ കേൾക്കാം. ഒരു കാര്യം ഞാൻ പറയാം, ഇവരുടെ കള്ളത്തരങ്ങൾ ഏത് വഴിയിലൂടെയാണ് ഒരു കോമൺ സെൻസ് ഉള്ള മനുഷ്യനെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഈ പറയുന്ന ഒരു കാര്യം കൂടെ പറയാം. പിന്നെ വഴക്കുണ്ടാക്കാനുള്ള പദ്ധതിയായിട്ടാണ് നിന്റെ വരവ് അല്ലേ? ഓണക്കിറ്റ് വിതരണം വരുന്നു. ഇന്നത്തെ കാലത്ത് പെൻഷൻ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഒരുത്തന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുമെന്നിരിക്കെ ഇവരെന്തുകൊണ്ടാണ് ഈ പൈസ ജനങ്ങളിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാത്തത്? അത് പോയിന്റ് 1000 രൂപയുടെ കിറ്റിൽ 500 രൂപയുടെ സാധനം കുത്തി നിറച്ച് ബാക്കി 500 കക്കാൻ വേണ്ടി തന്നെ നിങ്ങൾ അതിന് കിടക്കുന്നു. അത് കാര്യം ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതാണ് സ്ട്രൈറ്റ് ആയിട്ട് കാണിക്കുന്ന കള്ളത്തരം. ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ട ഒരു കക്ഷി കോവിഡ് സമയത്ത് കേരളത്തിൽ ഏലത്തിന്റെ എക്സ്പോർട്ടിംഗ് ഇല്ലാതെ കെട്ടിക്കിടക്കുന്നു. അതിൽ ഹ്യൂജ് ഏലം ഉണ്ട്. അതിൽ പുറത്ത് ഏതെങ്കിലും ടീമോട് ബന്ധപ്പെട്ട് നമുക്ക് ഏലം എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ 250-300 രൂപ നമുക്ക് ഇപ്പോഴും ഏലം നമുക്ക് മേടിക്കാം. എന്നിട്ട് പുള്ളി പിറ്റേ ദിവസം എന്നെ വിളിച്ചിട്ട് വയ്ക്കുന്നു, റോഷി അഗസ്റ്റിനെ കണക്ട് ചെയ്യാൻ വല്ല പരിചയം വല്ലതും ഉണ്ടോ? നമ്മൾ എനിക്ക് പേഴ്സണൽ പരിചയമൊന്നുമില്ല. ഒരു 2-3 ആഴ്ച കഴിഞ്ഞ് ഇത് ഞാൻ എന്റെ വേറെ സുഹൃത്തിനോട് ഏലത്തിന്റെ കച്ചവടം വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു. എനിക്കൊരു സുഹൃത്ത് പത്രവാർത്ത അയച്ചിരുന്നു. ഇത്തവണ ഓണക്കിറ്റിൽ ഏലക്കയും മന്ത്രിസഭാ യോഗത്തിൽ റോഷി അഗസ്റ്റിനാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. മുഖ്യമന്ത്രി അംഗീകരിച്ചതോടുകൂടി മലയാളികൾക്ക് ഇത്തവണ ഏലക്കയും തിന്നാം. അതിന്റെ റേറ്റ് 1,250 രൂപയ്ക്കാണ് ഏലക്ക ഗവൺമെന്റ് പർച്ചേസ് ചെയ്തേക്കുന്നത്. 300 രൂപയ്ക്ക് 2 ആഴ്ച മുമ്പ് ഞങ്ങൾക്ക് തരാന്ന് പറഞ്ഞ സാധനം ഇവിടുന്ന് നേരെ പോയി അവിടെ പോയി സംസാരിച്ച് സെറ്റ് ചെയ്ത് ഇതെങ്ങനെ ഞാൻ കണ്ടുപിടിക്കും? മറുപടി പറയണ. ഇതാണ് ഞാൻ പറഞ്ഞത്, ജനത്തെ വളരെ ബുദ്ധിപരമായി പറ്റിക്കാനും കള്ളം കാണിക്കാനും പദ്ധതികളിലൂടെ പറ്റൂ. ഇത് BJP ചെയ്യുന്നുണ്ട്. മാരാക പറഞ്ഞതിൽ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് ഇത് മാത്രം ഞാൻ സജസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഇത് മാത്രം ഞാൻ ഇത് ഒരുപാട് തേടിപ്പോയായിരുന്നു അന്ന് പുള്ളി പറഞ്ഞ കാര്യം. എന്നെ എന്തോ എവിടെയെങ്കിലും കിട്ടുമെന്ന്. അപ്പോൾ ഈ ഒരു ട്രോളാണ് കിട്ടിയത്. അപ്പോൾ ട്രോളിൽ കുറേ കാര്യങ്ങൾ, യാഥാർത്ഥ്യപരമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് ഇവിടെ അഴിമതികൾ നടക്കുന്നത്, അതേ മന്ത്രിമാരും ഈ ആൾക്കാരൊക്കെ എങ്ങനെയാണ് ഈ സാധനങ്ങൾ നമുക്കൊരു കിറ്റ് തരുന്നതിൽ പോലും ഇത്രയും വൃത്തികേട് കാണിക്കുമ്പോൾ ഇതുപോലുള്ള നാഗത്തരങ്ങൾ നടക്കുന്നെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അത് അഖിൽമാരാർ പറഞ്ഞ 100% ശരിയാണ്. പക്ഷേ ഇപ്പോഴും ഞാൻ അഖിൽമാരാർ അന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട്, അല്ലെങ്കിൽ അന്ന് ആ സാഹചര്യത്തിൽ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. കാരണം നമ്മൾ ഒരു യാഥാർത്ഥ്യം നമ്മളെപ്പോഴും മനസ്സിലാക്കണം. നമ്മൾ ഒരു വിഷമത്തിൽ നിൽക്കാൻ നേരത്ത് ആ സമയത്ത് ഇത് ഉപയോഗിക്കരുത്. പക്ഷേ മാരാർ പറഞ്ഞ കാര്യങ്ങൾ 100% ശരിയായി തന്നെ വന്നിരിക്കുകയാണ്.
ഇപ്പോൾ ഒരുപാട് അഴിമതികൾ, എടുത്തു പറയേണ്ട അഴിമതികൾ തന്നെയാണ് ഇപ്പോൾ ഇവിടെ പുറത്തേക്ക് വരുന്ന കാര്യം. എത്രയോ പേര് സന്നദ്ധ പ്രവർത്തനത്തിനായിട്ട് മുന്നിൽ പോയി നിൽക്കുന്നത് പാർട്ടിക്കാരെ കയറ്റി അവർക്ക് അവരുടെ യാത്രയ്ക്കും അതിന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൈസ പിരിയുന്നു. ഇനി അവർ തന്നെ ഈ പൈസ വാങ്ങിച്ചിട്ടുണ്ടോ ഉപയോഗിച്ചിട്ടുണ്ടോ അവരുടെ യാത്രയ്ക്ക് വേണ്ടി? ഇവിടുന്ന് എത്രയോ വണ്ടികൾ ഫ്രീ ആയിട്ടാണ് പോയത്. ശരിക്കും പറഞ്ഞാൽ ഇതിനെപ്പറ്റി സന്തോഷ് പണ്ഡിറ്റ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മുമ്പൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ്. സന്തോഷ് പണ്ഡിറ്റ് ഇത് വ്യക്തമായിട്ട് പറയുന്ന കുറേ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഒരു 100-150 കോടി രൂപ ആകെ ഒരു 10 കിലോമീറ്ററിനകത്ത് നടന്ന സംഭവങ്ങളേ ഉള്ളൂ. അവിടെ ആകെ ഒരു 450 കുടുംബങ്ങളേ ഉള്ളൂ. ഒരു 100 അല്ലെങ്കിൽ 1000-1500 കോടി രൂപയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 100-150 300 കോടി രൂപയുണ്ടെങ്കിൽ തീരാവുന്ന വിഷയങ്ങൾ 1000-ന് മുകളിൽ വന്ന ഈ ഒരു ബഡ്ജറ്റ് മേലും എന്താ പറയുന്നത്, അഴിമതി കാണിച്ച് ഇതുപോലുള്ള മലയാളികളെ ഒരുമാതിരി മോശക്കാരാക്കി സർക്കാർ കാണിക്കരുത്. കാര്യം ഇവിടെ എല്ലാം ഫ്രീ ആയിട്ട് ചെയ്യാൻ വേണ്ടി സന്നദ്ധരായ കുറേ മനുഷ്യരുണ്ട്. ആഹാരം കൊടുക്കാൻ, വണ്ടി വിട്ടുകൊടുക്കാൻ, അവരെ സംരക്ഷിക്കാൻ, അവർക്ക് വീടുകൾ കൊടുക്കാൻ വേണ്ടി, അവരെ കുടുക്ക പൊട്ടിച്ചു വരെ നിങ്ങളെ പൈസ തരാൻ വേണ്ടിയൊക്കെ ഉണ്ട്. എന്നിട്ടും ഈ പരിപാടി കാണിക്കുന്നത് മുഖ്യ നാഗത്തരമാണെന്ന് തന്നെ പറയേണ്ടി വരും. സോ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.